ഒരു സത്യവിശ്വാസിക്ക് നമസ്കാരമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കുടിക്കുന്നത് പോലെ, വിശക്കുന്ന ഒരാൾ രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം പോലെ ഒരു ദിവസത്തെ 5 നേരം നമസ്കാരം എന്നത് ഒരു സത്യവിശ്വാസിക്ക് അത് ആനന്ദമാണ്. അതെന്തിനാ തന്നതെന്ന് അറിയണമെന്ന്. പലരും നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ നമുക്ക് നിർബന്ധമാക്കി തന്നല്ലോ, അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കിയ ശിക്ഷയുണ്ട്, അത് നിർവഹിച്ചേ മതിയാകൂ. അതൊരു ഭാരം ചുമക്കുന്നത് പോലെ, നമ്മളത് ബാധ്യത ഏറ്റെടുത്ത് നിർവഹിക്കണ പോലെയാണ് പലരും നിർവഹിക്കാറുള്ളത്. പടച്ചോൻ ഈ ഭൗതിക ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹ്ക്കറിയാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ പടച്ചോൻ സൃഷ്ടിച്ചത് ക്ലേശത്തിലാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞാൽ, വിഷമത്തിലാണ്. വിഷമവും സങ്കടവും പ്രയാസമൊക്കെ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഭൂമിയിൽ വരാണ്ടിരിക്കണമായിരുന്നു. ഏതായാലും വന്നു കഴിഞ്ഞു. അപ്പം അതൊക്കെ ഉണ്ടാവും. അപ്പം അത് ലഘൂകരിക്കാൻ ഒരു ദിവസത്തെ കൃത്യമായ ഇടവേള വെച്ചിട്ടാണ് നമുക്ക് നിസ്കാരം തന്നത്. രാവിലെ സുബഹിക്ക് എണീച്ചിട്ട് സുബഹിസ്കരിച്ചതിന് ശേഷം നമ്മൾ 4 റക്അത്ത് ളുഹറും 4 റക്അത്തിന്റെ അസറും മഗ്രിബിന്റെ 3ഉം ഇശാഇന്റെ 4 രാവിലെ തന്നെ നേരത്തെ കളായിട്ടൊന്നുമില്ല. പറ്റുമോ? പറ്റൂല. പിന്നെയും പറ്റൂല, ശേഷം പറ്റൂല, മുമ്പും പറ്റൂല. കൃത്യമായ ഇടവേള വെച്ചിട്ട് അല്ലേ, ജീവിതത്തിൻ്റെ തിരക്കുകളിലും ടെൻഷനുകളിലും ഏർപ്പെടുന്നതിനനുസരിച്ച് നമ്മളെ തണുപ്പിക്കാൻ വേണ്ടി, നമുക്ക് ആശ്വാസം പകർന്നു തരാൻ വേണ്ടിയിട്ട് കൃത്യമായ ഗ്യാപ്പ് വെച്ചിട്ടാണ് നിസ്കാരം തന്നിട്ടുള്ളത്. ആ ഭാരങ്ങളൊക്കെ, ജീവിത ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ ആ അല്പസമയം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും മനസ്സും ശരീരവും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളങ്ങനെ സമർപ്പിച്ച് തലകുത്തി നിൽക്കുന്ന സമയമല്ലേ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം കിട്ടുന്ന സമയമാണ്. സുജൂദ് കിട്ടേണ്ട സമയം. എല്ലാ ഭാരം നമ്മൾ ഇറക്കി ആ ഒരു വേള ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട. കടത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, ജോലിയെക്കുറിച്ച് ചിന്തിക്കണ്ട, രോഗത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. കണ്ണും മൂക്കും കാതും ഹൃദയവും കൈകാലുകളും ശരീരത്തിൻ്റെ ആന്തരിക ബാഹ്യ അവയവങ്ങൾ മൊത്തം മനസ്സുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കിടക്കുന്ന ഒരു കടത്തല്ലേ. നമ്മളും അള്ളാഹും തമ്മിൽ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി ഫിസ്സുജൂദ്, ഒരടിമ അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? സുജൂദിൽ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ എന്ത് ആനന്ദം കിട്ടാണ് നിസ്കാരത്തിൽ. അപ്പോൾ നിസ്കാരം എന്തിനാ നമുക്ക് തന്നെ? നമ്മുടെ വെയിറ്റും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കുറക്കാൻ. ഇപ്പോഴോ നമസ്കാരം വന്നത് എന്താണ്? കുറേ ജോലിയുണ്ട്, തിരക്കുണ്ട്, അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ വേണം. ആ വെയിറ്റും കൂടി തലയിലേറ്റി